ഫാന്റാസ്റ്റിക്. നോക്കൂ അരവിന്ദ്, സിംപ്ലി മാർവലസ്. ആ ജനലടച്ചേക്ക് സുകന്യ. കാറ്റിന് വല്ലാത്ത തണുപ്പ്. ഇപ്പൊ തന്നെ എനിക്ക് കോൾഡ് പിടിച്ച മട്ടുണ്ട്. തണുപ്പോ? സ്വെറ്റർ ഊരി എറിഞ്ഞ് മനാലിലെ ഡിസംബറിനെ ചലഞ്ച് ചെയ്ത അതേ അരവിന്ദ് തന്നെയാണോ ഇത്? അരവിന്ദ്, എന്താ ആകെ ഒരു മൂഡ് ഔട്ട് പോലെ? ഏയ് നത്തിങ്. നിനക്ക് വെറുതെ തോന്നുക. അല്ല, സംതിങ് ഈസ് ബോദറിങ് യു. ഐ എം ഷുവർ. വാട്ട്സ് ഇറ്റ് അരവിന്ദ്? വന്ന് കയറിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. വാട്ട്സ് ബോദറിങ് യു? ഏയ് നത്തിങ് ഡാ. ഒരു ചെറിയ തലവേദന, അത്രേ ഉള്ളൂ. വെൽ, നിന്റെ മൂഡൊന്ന് ശരിയാവാനുണ്ട്. ചില ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് ഫ്രഷാകാൻ നോക്ക്. ശരി, ഞാനിപ്പോൾ കുളിച്ചു വരാം. ഇങ്ങനെ തണുത്ത കാറ്റടിച്ച് മഞ്ഞും കൊണ്ട് വാപിളിച്ച് നിന്നാലേ പനി പിടിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടെ നിൽക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുക അല്ലേ സാറേ? ഷൺമുഖനെല്ലാം ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ടേ. കുന്നിൻ ചെരുവിലും പാറപ്പുറത്തും ഒക്കെ ഇണവിരിയാത്ത കിളികളെ പോലെ. ഷൺമുഖം, മതി മതി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ തനിക്ക്? ഒരു കുഞ്ഞിക്കാല് കാണാൻ എൻ്റെ ഭാര്യ മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുകയാണ്. അവൾ അവസാനത്തെ അഭയമായി കാണുന്നത് അദീന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഖുറേഷിയാണ്. പറ്റിയ ആളുടെ തന്നെ സാറ് വന്നിരിക്കുന്നത്. എത്ര പേരെ അവിടെ നിന്ന് ആഗ്രഹം സാധിച്ചു പോകുന്നറിയോ? കാണപ്പെട്ട ദൈവം ആ ഡോക്ടർ. ദേ ഷമ്മു ഒരു ചൂട് ചായ കൊണ്ടുവരാം. ഒരു 5 minutes. ഷൺമുഖം, എന്താ സാർ? ആലീസിനെ ഈയിടയ്ക്കെങ്ങാനും കണ്ടിരുന്നു? പറഞ്ഞാൽ സാറ് വിശ്വസിക്കില്ല. 7 കൊല്ലം മുമ്പ് സാറ് ഇവിടം വിട്ട് പോയത് പിന്നെ ഇന്നോളം ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടേയില്ല. അതിപ്പോൾ എവിടെയാണോ ആവോ. ഐ ഫീൽ സോ ഫ്രഷ്. അരവിന്ദ് കുളിക്കുന്നില്ലേ? കുളിക്കണം. നാളെ രാവിലെ 9 മണിക്കല്ലേ ഡോക്ടർ ഖുറേഷിയുമായിട്ടുള്ള അപ്പോയിൻമെന്റ്? അതെ. ഇവിടെ അടുത്ത് തന്നെയാണോ ഡോക്ടർ ഖുറേഷിയുടെ അദീന ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ? അതെ. ഏറിയാൽ 4 കിലോമീറ്റർ വരും. ഏതായാലും ഡോക്ടർ ഖുറേഷിയുടെ അപ്പോയിൻമെന്റ് കിട്ടിയത് തന്നെ ഭാഗ്യം. അദ്ദേഹം ചികിത്സ ഏറ്റെടുത്ത റിസൾട്ട് 100% ഗ്യാരണ്ടീഡ് ആണെന്ന ഡോക്ടർ സുനിത പറഞ്ഞത്. ഈയിടെ പത്രത്തിൽ വായിച്ചില്ലേ, 60 വയസ്സായ ഒരു സ്ത്രീ പ്രസവിച്ചത്, അതും ഇരട്ടക്കുട്ടികൾ. ഡോക്ടർ ഖുറേഷിയുടെ ചികിത്സയിലായിരുന്നു അവര്. അത്രയ്ക്കൊന്നും അതിമോഹം എനിക്കില്ല അരവിന്ദ്. ദൈവം അനുഗ്രഹിച്ച. അങ്ങനെ നിരാശപ്പെടേണ്ട സു. 6 വർഷമല്ലേ ആയുള്ളൂ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഡോക്ടർ ഖുറേഷിയുടെ കഴിവിൽ
എനിക്ക് നല്ല വിശ്വാസമാണ്. എല്ലാം അരവിന്ദിന്റെ പ്രതീക്ഷ പോലെ നടക്കട്ടെ. നടക്കും. എൻ്റെ പ്രതീക്ഷ പോലെ തന്നെ നടക്കും. ഐ ആം വെരി ഓപ്റ്റിമിസ്റ്റിക്. അയ്യോ, ഇതാരും മാമച്ചനോ? സത്യത്തിൽ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് മാമച്ചനെ വിളിച്ച് വിവരം പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്റെ കയ്യിലുള്ള ഫോൺ നമ്പറൊക്കെ പഴയതാ. 4-5 കൊല്ലം ആയില്ലേ. വേണ്ട വേണ്ട, താൻ രാവിലെ എന്നെ സൂചിപ്പിക്കാൻ നോക്കണ്ട. മലങ്കര മാമച്ചന്റെ ഫോൺ നമ്പർ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അത് വിട്. അല്ല, ഞാനിവിടുണ്ടെന്ന് മാമച്ചൻ എങ്ങനെ അറിഞ്ഞു? അതാ തമാശ. ഇന്നലെ രാത്രി പാലായിന്ന് എൻ്റെ ഒരു അബ്കാരി ഫ്രണ്ട് സണ്ണി ഒന്ന് കൂടാൻ ഇവിടെ എത്താന്ന് പറഞ്ഞിരുന്നു. സണ്ണി വന്നോന്നറിയാൻ വിളിച്ചതാ. അപ്പോഴാ വാച്ചർ പറഞ്ഞത് രത്നഗിരി എസ്റ്റേറ്റിലുണ്ടായിരുന്ന അരവിന്ദൻ സാറ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. രാത്രി ഒരുപാട് ലേറ്റായതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ വന്നേനെ. അതിരിക്കട്ടെ, തൻ്റെ പെമ്പിളെന്തിയെ? വിളിക്കേ, ഒന്ന് കാണട്ടെ. ദേ, ഇപ്പൊ ബാത്റൂമിലേക്ക് കയറിയതേ ഉള്ളൂ. കുളി കഴിഞ്ഞിറങ്ങട്ടെ, പരിചയപ്പെടാം. മാമച്ചന്റെ വൈഫും കുട്ടികളും. വത്സയും പിള്ളേരും അങ്ങ് കോട്ടയത്താ. ഉം. പിള്ളാരെ പഠിത്തം നടക്കണ്ടേ. ഞാൻ മിക്കവാറും ഇവിടെ തോട്ടത്തിൽ തന്നെ. ആഴ്ചയിൽ ഒരിക്കൽ കോട്ടയത്തിന് പോവും. ആട്ടെ, തനിക്ക് പിള്ളാരെത്രയായി? എനിക്ക് കുട്ടികളൊന്നും ആയില്ല. അതെന്നതാടാവേ, താനിത് എന്നെ എടുക്കുക? അതോ വല്ല പ്രശ്നമുണ്ടോ? അതറിയാൻ കൂടെ എങ്ങോട്ട് വന്നത്. ഡോക്ടർ ഖുറേഷി ഒന്ന് കാണണം. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. യവന്മാരുടെ ജാടയാ പകുതി. പിന്നെ എന്നതാ, ഒത്താലൊത്തു. ദേ കേൾക്കണോ, സിംഗപ്പൂരിലുള്ള എൻ്റെ ഒരു ഉപ്പാപ്പൻ കെട്ട് കഴിഞ്ഞ് 16 കൊല്ലം കഴിഞ്ഞിട്ടും പിള്ളാരില്ല. അമേരിക്കയിലൊക്കെ പോയി സ്പെഷ്യലിസ്റ്റുകളെയൊക്കെ കാണിച്ചു, ഒരു രക്ഷയില്ല. എന്നിട്ടിപ്പം ദേ കഴിഞ്ഞ കൊല്ലം ആൻറ്റി ഇരട്ട പറ്റു. അത്ര ഉള്ളന്നേ. ആ, പിന്നെ എസ്റ്റേറ്റും ബിസിനസ്സും ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? ആ, അങ്ങനെ പോണു. എന്നതാന്നാ, ഏലത്തിന് വില കയറി ഇറങ്ങി നിൽക്കുമല്ലയോ. ഗോട്ടിമല ഏലം വിപണി പിടിച്ചടക്കിയിരിക്കുമല്ലയോ. കഴിഞ്ഞ കൊല്ലം വിൽറ്റ് വന്ന് പകുതി ചെടിയും പോയി. പിന്നെ ഞാൻ മതി കെട്ടാനുള്ള ഒരു 60 ഏക്കർ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പകുതി പുറമ്പോക്ക് കയ്യേറ്റാ. അതുകൊണ്ട് ചുളു വിലക്ക് കിട്ടി. മാമച്ചൻ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി. വൈഫ് ഇപ്പോൾ വരും. അയ്യോ, അത് പറ്റില്ല. 10 മണിക്ക് കോതമംഗലത്ത് എത്താനുള്ളതാ. ഒരു കൂപ്പിലേലുണ്ട്. താൻ ഇവിടെ 2 ദിവസം കാണത്തില്ലയോ? ഞാൻ വരാം, നമുക്കൊന്ന് കൂടണ്ടേ? ആയിക്കോട്ടെ. ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡോക്ടർ ഖുറേഷി ഉണ്ടല്ലോ? ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് ഇല്ലേ? ഉണ്ട്, 9 മണിക്ക്. വേഗം ചെന്നോളൂ, ടേൺ തെറ്റിക്കണ്ട. താങ്ക് യു. വാ. ഇരിക്കൂ. ഡോക്ടർ സുനിത ഫോൺ ചെയ്തിരുന്നു. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സുനിതയുടെ ക്ലിനിക്കൽ ടെസ്റ്റ് ചെയ്ത റിസൾട്ട്സ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? ഉവ്വ്, എല്ലാം ഇതിലുണ്ട്. ഉം.
കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6 വർഷം. ടെസ്റ്റ് റിസൾട്ട്സ് പലതും പോസിറ്റീവാണ്. എങ്കിലും ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ വേണം. ചില അഡീഷണൽ ടെസ്റ്റുകൾ നടത്താനുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കൂ, ഒപ്പം ചികിത്സിക്കുന്ന ഡോക്ടറെയും. പിന്നെ ഞാൻ ചില ടെസ്റ്റുകൾ കുറിച്ച് തരാം. ഇവിടുത്തെ ലാബിൽ തന്നെ ചെയ്യാനുള്ളതാ. ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ടുമായി എന്നെ ഒന്ന് കാണുക. ഓക്കെ? യെസ് ഡോക്ടർ. പ്ലീസ്. നിരാശപ്പെടാൻ ഒന്നുമില്ല. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. വെൽക്കം. സീ യു. എന്താ പറ്റിയത്? ആക്സിഡന്റാ. കഷ്ടം, വലിയ പരുക്കുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും കഷ്ടമായിപ്പോയി. ആ സ്ത്രീ രക്ഷപ്പെടുവാവോ? നീ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. കേറ്. നമുക്കൊന്ന് ചുറ്റിയാലോ? ഗുഡ് ഐഡിയ. ഗസ്റ്റ് ഹൗസിൽ പോയി മുറിയടച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. ആദ്യം അങ്ങോട്ട് പോവാം. ഉം. അത് കഴിഞ്ഞ് കുന്നിൻ മുകളിലെ പഴയ പള്ളിയിലേക്ക്. ഡൊമിനിക് അച്ഛനെ കണ്ടിട്ട് 6-7 വർഷങ്ങളിലായിട്ടുണ്ട്. എടാ മകനെ, നീ പോയാ തോട്ടങ്ങൾ നോക്കി നടത്ത് എന്നച്ഛൻ പറഞ്ഞപ്പോ ജീവപര്യന്തം ജയിൽ ശിക്ഷ വിധിച്ച പോലെ തോന്നിയത്. ഇവിടെ വന്നപ്പോഴല്ലേ? ഇവിടെ വന്നപ്പോ ഞാൻ വന്നതൊരു സ്വർഗലോകത്താണെന്നും ഒരു മാലാഖ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്നും മനസ്സിലായത്. ഈ ഡയലോഗ് ഏതോ സിനിമ ഞാൻ കേട്ടിട്ടുണ്ട്. പോവണ്ണേ, കരലെടുത്ത് പറിച്ചു തന്നാലും ചെമ്പരത്തി പൂവാണെന്നേ പറയൂ. പക്ഷേ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. എങ്ങനെ? ധനികനും സുന്ദരനുമായ ഒരു യുവാവ് ഉം. എസ്റ്റേറ്റ് ഉടമയായ അച്ഛന്റെ നിയോഗമനുസരിച്ച് എസ്റ്റേറ്റിലെത്തുന്നു. അവിടെ വെച്ച് ഒരു എസ്റ്റേറ്റ് പണിക്കാരന്റെ മകളുമായി അയാൾ പ്രണയത്തിലാവുന്നു. അയാൾ അവളെ മാലാഖ എന്ന് വിളിക്കുന്നു. ഒടുവിൽ ഒരു ദിവസം ജീവിതം മുഴുവൻ അവളെ കരയാൻ വിട്ടിട്ട് സൂത്രത്തിൽ അയാൾ കടന്നു കളയുന്നു. ആലിസേ, ഞാനൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. എന്തിനാണെന്നോ? എന്തിന്? എസ്റ്റേറ്റ് ഉടമയുടെ മകനും ജോലിക്കാരന്റെ മകളും കല്യാണം കഴിച്ച് ദീർഘകാലം സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണിക്കാൻ. അയ്യോ, അതിന് അത്രയും പണം വെള്ളത്തിലാക്കണോ? പിന്നെ പിന്നെ ഉം. പിന്നെ പറയട്ടെ, എന്നെ വന്ന് പിടിക്കാൻ ചുണയുണ്ടെങ്കിൽ ഞാൻ ബാക്കി പറയാം. വാ, വാ. ഏയ്, ആലിസ്, ആലിസ് ഓടല്ലേ, നിക്ക്. ഏയ്, ആലിസ് നിക്ക്. എന്നിട്ട് ഓടിക്കല്ലേ. വാ, പിടിക്ക്. ഏയ്, അവിടെ നിക്ക്. അവിടെ നിക്കടി. ആലിസ് നിക്ക്. നിന്നെ ഞാൻ നോക്കിക്കോ. എന്നെ പിടിക്കാൻ പറ്റില്ല. കളിയും ചിരിയും നല്ല കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യന്മാർ നടക്കുന്ന വഴിയിൽ കൂടെ ഈ പ്രായത്തിലൊരു ആണും പെണ്ണും കളിച്ചും ചിരിച്ചും ഓടിയാ അത് നല്ല കാര്യമാണെന്ന് അധികം ആരും പറയില്ല. അധികം ആരും പറയില്ല, പക്ഷെ അച്ഛൻ പറയുമല്ലോ. അധികം പ്രസംഗി. അരവിന്ദൻ ഇവിടുത്തെ വഴികളും കാഴ്ചകളും എല്ലാം നല്ല പരിചയമാണല്ലേ?
പിന്നെ കൈവെള്ളയിലെ വരകൾ പോലെ പരിചിതം. 6-7 വർഷം ജീവിച്ചതല്ലേ ഇവിടെ. ഡാഡി പെട്ടെന്ന് മരിച്ചപ്പോൾ എസ്റ്റേറ്റും ബംഗ്ലാവും എല്ലാം കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് പോവേണ്ടി വന്നു. ഞാനെല്ലാം സൂനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉവ്, ഞാൻ ഓർക്കുന്നു. എല്ലാം ഇട്ടറിഞ്ഞ് അല്ലേ? ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ആരാ? ഞാൻ അരവിന്ദ്. ഇതെൻ്റെ ഭാര്യ സുകന്യ. ഇവിടെ ആദ്യമല്ലേ? എന്താ വന്നത്? ആദ്യമല്ല, ഞാൻ പണ്ട് പലവട്ടം വന്നിട്ടുണ്ട്. ഫാദർ ഡൊമിനിക്കിനെ ഒന്ന് കാണാൻ വന്നാ. സോറി, ഡൊമിനിക് അച്ഛൻ മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞല്ലോ. ഞാനാ ഇപ്പോൾ ഇവിടുത്തെ വികാരി. ഡൊമിനിക് അച്ഛനെ ഇവിടെ തന്നെ അടക്കിയത്. ഡൊമിനിക് അച്ഛനെ എങ്ങനെ അറിയും? അടുത്ത പരിചയം ഉണ്ടായിരുന്നോ? ഉവ്, വെറും പരിചയമല്ല, ഗാഢമായ ഹൃദയബന്ധം. ഞങ്ങൾ ഡൊമിനിക് അച്ഛൻ്റെ കല്ലറ ഒന്ന് കണ്ടുകൊള്ളട്ടെ ഫാദർ? തീർച്ചയായും. ദേ അതാണ് സിമിത്തേരി. ഡൊമിനിക്കച്ചന് ഇഷ്ടം വെളുത്ത പനിനീർപ്പൂക്കളാ. പള്ളിമുറ്റം നിറയെ മഞ്ഞുപോലെ വെളുത്ത പനിനീർപ്പൂക്കളാ അച്ഛൻ നട്ടു വളർത്തുന്നത്. അരവിന്ദ്, ഡൊമിനിക്കച്ചന് പ്രിയപ്പെട്ട മറ്റാരോ ഇന്നീ കല്ലറയിൽ വന്നിരുന്നു. നോക്കൂ, ആ പൂക്കൾ വാടിയിട്ടില്ല. ശരിയാ, പ്രിയപ്പെട്ട മറ്റാരോ വന്നിരുന്നു.
വരുന്ന മെയിലെ ഫ്ലവർ ഷോയ്ക്ക് നമുക്ക് ഊട്ടിയിൽ പോകണം. കുറേ വെള്ള റോസ് വാങ്ങണം. ഊട്ടിയിലെ അത്ര തണുപ്പില്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ പൂക്കൾക്ക് വലിപ്പക്കുറവ്. അല്ലടാ ചാക്കോ? അതെ അച്ചു. ഏ എനിക്ക് ഇങ്ങനെ ഒരു മോള് വേണ്ട. എന്താ 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 ഇവിടെ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. നാസറേ, നിക്കടാ അവിടെ. എന്താടാ ഇത്? എല്ലാറ്റിനും ഒരു സമാധാനം വേണ്ടേ? വാക്കത്തി താഴെയിട്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഈ ചെലുത്താൻ കാരണം എന്റെ മാനവും അഭിമാനവും എല്ലാം പോയി. ഞാനിനി ജീവിച്ചിരിക്കില്ല അച്ചോ. ഇവളെയും കൊന്ന് ഞാനും ചാവും. കരയാതെ ലാസറേ, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇവൾ എന്ത് ചെയ്തു എന്നാ അച്ഛൻ തന്നെ ചോദിക്കും. അച്ഛനറിയാവോ, എന്റെ പെങ്ങക്ക് ഞാൻ കൊടുത്ത വാക്കാ ഫെഡറിക്കിന് ഇവളെ കൊടുക്കാവെന്ന്. അതിന്റെ പേര് അയാളുടെ കയ്യിൽ നിന്ന് പലപ്പോഴായി 10-15 രൂപയും ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോ പെങ്ങള് ചക്കനെയും കൂട്ടി പെണ്ണ് ചോദിക്കാൻ വന്നപ്പോ ഈ അഹങ്കാരി പറയുക ഇവക്ക് അവനെ വേണ്ടാന്ന്. നല്ല ഒന്നാം തരം ചെക്കനാച്ചോ ഫെഡറിക്ക്. പൊള്ളാച്ചിയിലെ ഇറച്ചിക്കടയാ. അവനാണേൽ ഇവളെ ജീവനാ. അച്ഛൻ പറയും, ഇനി ഞാൻ എന്നാ ചെയ്യാനാ? ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് സമാധാനം ഉണ്ടാക്കാം ലാസറേ. നീ പൊയ്ക്കോ, ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ. എഴുന്നേക്ക് കുഞ്ഞേ, കരയാതെ വാ, നമുക്ക് പള്ളിമേടയിലേക്ക് പോകാം. അപ്പനെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ ആലീസേ? അല്ലെന്നറിയാച്ചോ, പക്ഷെ നിവർത്തിയില്ല ഞാൻ. അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ആലീസേ. പറയേ, നീ തെറ്റെന്തെങ്കിലും ചെയ്തോ? എനിക്കിനി മറ്റൊരാളുടെ ഭാര്യ അവനാവില്ല ചോ. ഞാനും അരവിന്ദുമായി അത്രയധികം അടുത്തുപോയി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. ഞാനിതെങ്ങനെ എൻ്റെ അപ്പനോട് പറയും? ഈ ജീവിതത്തിൽ എനിക്കൊരു പുരുഷനുണ്ടെങ്കിൽ അത് അരവിന്ദായിരിക്കും. ആ തീരുമാനത്തിൽ ഇനി മാറ്റമില്ല. ഞാൻ എതിരാണെന്ന് അരവിന്ദ് ധരിക്കരുത്. പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവിൻ്റെ അപ്പോസ്തലനായ ഒരു വികാരിക്ക് സ്നേഹത്തെ ഒരിക്കലും തള്ളിപ്പറയാനാവില്ല. പക്ഷേ തിരുസഭയ്ക്ക് ചില നിയമങ്ങളുണ്ട്, അത് തെറ്റിക്കാനാവില്ല. ആലീസ് എല്ലാം എന്നോട് പറഞ്ഞു. അവളൊരു പാവം പെണ്ണാ. അച്ഛൻ ഞങ്ങളെ രക്ഷിക്കണം. എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. ആട്ടെ, അരവിന്ദൻ്റെ അച്ഛനും അമ്മയും ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ മരുമകളായി സ്വീകരിക്കുമോ? അറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ആരെതിർത്താലും ആലീസ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. പള്ളിയും അമ്പലവും നിങ്ങളെ വിലക്കുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ തെറ്റുകാരല്ല. കർത്താവ് ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, എൻ്റെ വ്യക്തിപരമായ എല്ലാ അനുഗ്രഹവും പിൻബലവും നിങ്ങൾക്കുണ്ടാവും. മോളെന്തൊന്നും മിണ്ടാത്തെ? അമ്മ എവിടെ? അതുകൊള്ളാം, എവിടെയൊക്കെ അന്വേഷിച്ചു ഞാൻ. പുതിയൊരു അമ്മയെ കിട്ടിയല്ലോ. ചുമ്മാതല്ല. മോളിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിളിച്ചതാ. സിസ്റ്ററുടെ മോളാ? അതെ, ആരെങ്കിലും ഏറ്റെടുക്കുന്നവരെ എന്റെ മോളാ. അയ്യോ, അതെന്താ? മോൾക്ക് ആരും ഇല്ലേ? ഇല്ല,
ഇന്നലെ ആക്സിഡന്റ് ആയിട്ട് വന്ന സ്ത്രീയുടെ മോള. അവര് ഐസിയുല, വളരെ ക്രിട്ടിക്കലാ. മാഡം ആരെ കാണാൻ വന്നതാ? ഡോക്ടർ ഖുറേഷിയെ കാണാൻ വന്നതാ. എങ്കിൽ മാഡത്തിന് കുട്ടികൾ ഉണ്ടാകുന്നവരെ ഇവളെ വളർത്തിക്കൂടെ? ഇവളുടെ അമ്മ രക്ഷപ്പെടുന്ന കാര്യം സംശയാ. ആ മോളിത് കുടിച്ചേ. മെന്റലി റിട്ടാർഡഡ് ആണെങ്കിലും സംസാരിക്കാൻ വയ്യെന്നേ ഉള്ളൂ. നല്ല ഇന്റലിജന്റാ മോള്. ഒരു കാര്യം ഒറ്റ പ്രാവശ്യം മനസ്സിലാക്കി കൊടുത്താൽ മതി, അല്ലേ മോളെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ എം CA രാജീവൻ. ഇരിക്കൂ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ? ഇന്നലെ രാവിലെ ചർച്ചിന് സമീപം ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും ഒരു ടാക്സിക്കാർ ഇടിച്ചു തെറിപ്പിച്ചു. കുഞ്ഞിനൊന്നും പറ്റിയില്ലെങ്കിലും ആ സ്ത്രീയുടെ നില ക്രിട്ടിക്കലാണ്. ആ സ്ത്രീ ആരെന്നോ എവിടെ താമസിക്കുന്നെന്നോ ഒന്നും അറിയില്ല. കുഞ്ഞാണെങ്കിൽ മെന്റലി റിട്ടാർഡഡും. അതിനൊന്നും ഓർക്കാനോ പറയാനോ കഴിയുന്നില്ല. ആകെ കിട്ടിയൊരു ഇൻഫർമേഷൻ ഇന്നലെ രാവിലെ ആ സ്ത്രീയും കുഞ്ഞും പള്ളിയിൽ ചെന്നിരുന്നു എന്നതാണ്. ഫാദർ ഡൊമിനിക്കിന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ. അവർ അവിടെ കുറെ വെള്ള റോസാപ്പൂക്കൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. നിങ്ങളും ഭാര്യയും ഇന്നലെ ഫാദർ ഡൊമിനിക്കിന്റെ കല്ലറ സന്ദർശിക്കാൻ പോയിരുന്നു എന്ന് വിവരം കിട്ടി. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സ്ത്രീയെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞേക്കും. ഹോസ്പിറ്റൽ വരെ ഒന്ന് വന്നാൽ ഉപകാരമായിരിക്കും. ശരി, ഞാൻ വരാം. താങ്ക് യു. ഞാൻ ഹോസ്പിറ്റലിലുണ്ടാവും. എന്താ എന്ത് പറ്റി അരവിന്ദ്? ആരാ ഈ സ്ത്രീ? വാ, പറയാം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ആരെല്ലാം എതിർത്താലും ഡൊമിനിക് അച്ഛനെ സാക്ഷി നിർത്തി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അപ്പോഴാണ് പെട്ടെന്ന് ഡാഡിയുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ടുള്ള ടെലഗ്രാം വന്നത്. മമ്മിയും ഡാഡിയും ഒരു ജോലിക്കാരിയും മാത്രമായിരുന്നു ബോംബെയിലെ ഫ്ലാറ്റിൽ താമസം. 2 വർഷമായി തളർന്നു നടക്കുന്ന മമ്മി. ബിസിനസിൻ്റെ തിരക്കിൽ 1 മണിക്കൂർ പോലും മമ്മിയുടെ അടുത്തിരിക്കാനോ ശുശ്രൂഷിക്കാനോ കഴിയാതെ നെട്ടോട്ട് ഓടുകയായിരുന്നു ഡാഡി. ഡാഡിയുടെ മരണത്തോടെ എല്ലാം തകിടം മറിഞ്ഞു. അന്നാണ് സുകന്യ നീയും നിന്റെ അമ്മയും കൂടി ദുഃഖം അന്വേഷിച്ച് അകന്ന ബന്ധുക്കളായ ഞങ്ങളെ കാണാൻ വന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ അത്? നിങ്ങൾ വന്നു പോയതും
മമ്മി എന്നെ അകത്തേക്ക് വിളിപ്പിച്ച് എൻ്റെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞു, നോക്കൂ അരവിന്ദ്, എൻ്റെ ദിവസങ്ങൾ കഴിയാറായി. മമ്മിക്കിനി ഒരാഗ്രഹം ബാക്കിയുള്ളൂ, നിന്റെ വിവാഹം. മരിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഡാഡിയും ഞാനും കൂടി തീരുമാനിച്ചതാ സുകന്യയുടെ കാര്യം. ഡാഡിയുടെ വലിയ ആഗ്രഹമായിരുന്നു. കണ്ണടയുന്നതിന് മുമ്പ് എനിക്കെങ്കിലും അത് കാണണം. നീ എതിരൊന്നും പറയില്ലെന്നറിയാം, എങ്കിലും എനിക്ക് നീ വാക്ക് തരണം. തളർന്നു കിടക്കുന്ന മമ്മിയെ തനിച്ചാക്കി ബോംബെ വിട്ടു പോകാൻ എനിക്കായില്ല. പിന്നത്തെ കഥകളൊക്കെ നിനക്ക് അറിവുള്ളതാണല്ലോ. 6 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ച് ഈ താഴ്വാരം തേടി വീണ്ടും ഇവിടെ വരുമെന്നോ, ആലീസിനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്നോ ആര് പ്രതീക്ഷിച്ചു? വിധിയുടെ ക്രൂരത അല്ലാന്താ. വേണ്ട സുകന്യ, വല്ലാതെ തണുക്കുന്നു. ജനലടച്ചേക്ക്. പൊള്ളാച്ചിയിൽ നിന്നും ഇന്നലെ ആന്റി വന്നിരുന്നു. എന്നിട്ട് കൂട്ടത്തി ഫ്രെഡറിക്കും ഉണ്ടായിരുന്നു. ഫ്രെഡറിക്കോ? അതാരാ? അയ്യോ, അതറിയില്ലേ? ആന്റി എനിക്ക് വേണ്ടി കണ്ടുവച്ച ചെറുക്കനാ. നിന്റെ ചെറുക്കൻ ഞാനല്ലേ? ഇനി എന്തിനാ വേറെ ചെറുക്കൻ? അല്ല, പൊള്ളാച്ചിയിലെങ്ങും അയാൾക്ക് പെണ്ണ് കിട്ടില്ലേ? അതെങ്ങനെയാ? ആന്റി പറഞ്ഞുറപ്പിച്ചതാ ഞങ്ങളുടെ കല്യാണം. എന്നിട്ട് എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാൻ, സമ്മതമാണെന്ന് പറഞ്ഞു. നിന്നെ കൊല്ലും ഞാൻ രണ്ടിനെയും. നേരാ ഞാൻ പറഞ്ഞത്. അപ്പനാ വലിയ വാശി. മീറ്റ് സ്റ്റോൾ നടത്തുക ഫ്രെഡറിക്ക്. എനിക്ക് അയാളെ പണ്ടേ പേടിയാ. അവരിനിയും വരും. വരട്ടെ. അതിനു മുമ്പ് നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കും. മാടുവെട്ടുകാരന്റെ അറവുപുരയിൽ കൊണ്ടുചെന്ന് കെട്ടാനുള്ളതല്ല എൻ്റെ ഈ കുഞ്ഞാടിനെ. നിന്നെ എനിക്ക് വേണം. മറ്റാർക്കും വെട്ടാനും തിന്നാനും കൊടുക്കില്ല ഞാൻ. അരവിന്ദ്, ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഉം. എനിക്ക് ആലീസിനെ കാണണം, ആ കുഞ്ഞിനെയും. എന്താ അരവിന്ദ് ഒന്നും പറയാത്തത്? രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോണം. എന്താ, എന്നെ കൊണ്ടുപോവില്ലേ? കൊണ്ടുപോവാം. ദാ, ഇതുകൂടെ കഴിച്ചേ. ഡോക്ടർ, ആലീസിന് എങ്ങനെയുണ്ട്? വളരെ ക്രിട്ടിക്കലാണ്. ബ്രെയിനിൽ 2 ഭാഗത്ത് ക്ലോട്ടുണ്ട്. അത് റിമൂവ് ചെയ്യാൻ ഒരു സർജറിയുടെ വേണ്ടി വരും.
ഇതുകൂടി കഴിച്ചോ. ഞാൻ ആലോചിക്കുകയായിരുന്നു അരവിന്ദ്, ആ മോളെ നമുക്കിങ്ങ് കൊണ്ടുവന്നാലോ? എന്ത് ഭ്രാന്താ സു നീ പറയുന്നേ? അതിന് നമുക്കെന്ത് അവകാശം ആ കുട്ടിയിൽ? അവകാശമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അല്പം റിട്ടയർഡ് ആണെങ്കിലും മോള് നല്ല ക്യൂട്ടാ. അവളെ വിട്ടിട്ട് പോന്നപ്പോ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു. അരവിന്ദ്, ഞാനൊന്ന് ചോദിക്കട്ടെ? അരവിന്ദും ആലീസും വളരെ അടുത്തിടപഴകിയിട്ടുണ്ട് അല്ലേ? എങ്ങോട്ടാ ഷൺമുഖ? ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വരികയായിരുന്നു. ആപ്പീസ് വരെ പോകാൻ ഇറങ്ങുന്ന മാമച്ചൻ മുതലാളി കഴിഞ്ഞ മാസത്തെ കണക്ക് ബോധ്യപ്പെടുത്തി കുറച്ച് അഡ്വാൻസ് എടുക്കണം. ഡൽഹിയിൽ നിന്ന് 2 ഓഫീസർമാർ വരുന്നുണ്ട്. അവരെത്ര ദിവസം കാണും? ശനി ഞായറും എനിക്ക് 2 മുറികൾ വേണം. എൻ്റെ 2 പാർട്ട്നേഴ്സ് വരുന്നുണ്ടേ. പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ് ഒന്നുമില്ല മുതലാളി. ഡൽഹിക്കാരെ വ്യാഴാഴ്ച മടങ്ങിപ്പോ. മുറി ഞാൻ റിസർവ് ചെയ്തോളാം. പിന്നെ താന വെടിക്കാരൻ പൗലോസിനോട് പറഞ്ഞ് കുറച്ച് കാട്ടിറച്ചി സംഘടിപ്പിക്കണം. മ്ലാവോ കാട്ടുപോത്തോ എന്നായാലും മതി. കോട്ടയത്തുകാർക്ക് വെടിയിറച്ചി എന്ന് പറഞ്ഞാൽ ജീവനാന്നേ. നോക്കാം മുതലാളി, പൗലോസിനെ ആളയച്ച് വിളിപ്പിക്കാം. നോക്കിയാ പോരാ, ഉറപ്പാക്കണം. പുള്ളിക്കാരന്മാർ അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരാ. പിന്നെ അരവിന്ദനുണ്ടല്ലോ ഗസ്റ്റ് ഹൗസിൽ, അയാളെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അയ്യോ ഇല്ലല്ലോ മുതലാളി, സാറും ഭാര്യയും കൂടി കുറേശ്ശെ ഡോക്ടറെ കാണാൻ ക്ലിനിക്കിൽ പോയിരിക്കുക. ഉച്ച കഴിയും തിരിച്ചു വരാൻ. ഓ എന്നതാന്നാ, എപ്പോ വന്നാലും ഇയാളെ ക്ലിനിക്കില്ല. എപ്പോഴാ പുള്ളിക്കാരനൊന്ന് കണ്ടു കിട്ടുക? 2 പേർക്കും ഏതാണ്ട് ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടെന്നാ പറയുന്നത്. ഓ ഇതുകൊണ്ടൊക്കെ വല്ല പ്രയോജനം ഉണ്ടോടാ ഷൺമുഖ? പിള്ളേരുണ്ടാവണമെങ്കിൽ കർത്താവ് കന്യം. അതിന് ഈ ഖുറേഷിയുടെ ടെസ്റ്റ് ഉണ്ടോന്നും ഒരു കാര്യമില്ല. അയ്യോ അങ്ങനല്ല മുതലാളി, എത്ര പേരാ വന്ന് കാര്യം സാധിച്ചു പോകുമെന്ന് അറിയാമോ? ഗസ്റ്റ് ഹൗസിലെ വാച്ചറല്ലേ? അതെ. ഞാൻ CI രാജീവ് സാർ പറഞ്ഞയച്ചിട്ട് വരുന്നതാ. അവിടെ അരവിന്ദൻ എന്നൊരാൾ താമസമല്ലേ? പുള്ളിയോട് രാജീവ് സാറിന് ഉടനെ ഒന്നേന്ന് കാണാൻ പറയണം. ഏതോ അത്യാവശ്യ കാര്യത്തിന്. ശരി പറയാം. എന്നാ ഞാൻ ചെല്ലട്ടെ. ഓ എടാ ഷൺമുഖ, അരവിന്ദൻ എന്തിനാ സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിക്കുന്നേ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അരവിന്ദൻ വന്നിട്ട് 5-6 ദിവസമല്ലേ ആയുള്ളൂ. അതിനിടയിൽ ഒരു പോലീസ് അന്വേഷണം, എന്തോ ഗുലുമാൽ ഉണ്ടല്ലോ ഷൺമുഖ. ഒരുപക്ഷെ ഇവർ നേരത്തെ പരിചയക്കാരായിരിക്കും. ഏയ് അങ്ങനെയാണേ അരവിന്ദൻ അത് എന്നോട് പറഞ്ഞേനെ. എന്നായാലും ആട്ടെ, താനാ വെടിയിറച്ചിയുടെ കാര്യം മറക്കണ്ട. ഇല്ല മുതലാളി, ഞാൻ ശരിയാക്കാം. കയറിയാട്ടെ. അരവിന്ദൻ ഇവിടെയൊക്കെ നല്ല പരിചയം കാണുമല്ലോ. 3-4 കൊല്ലം രത്നഗിരി എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നല്ലേ? ഇല്ല, എനിക്കിവിടെ നിന്ന് അത്ര പരിചയം പോരാ. രത്നഗിരി ആ മലയ്ക്കും അപ്പുറമല്ലേ? വഴിയിലെങ്ങും ആരെയും കാണുന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ. ഒന്ന് നിന്നേ. അതെ, ഈ ആലീസിന്റെ വീട് ഏതാ? ഈ കയറ്റം കയറിയാ കാണാം.
അങ്ങോട്ട് കാറ് പോവില്ല, ജീപ്പേ പോകത്തുള്ളൂ. കുറച്ച് നടന്നാ മതി. ഉം. ഇതാണോ ആലീസിന്റെ വീട്? അതെ സാറേ, ഞാനാ ആലീസ്. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറാ. ലാസർ മേസ്ത്രിയുടെ മകൾ ആലീസിന്റെ വീടാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. അയ്യോ സാറേ, ലാസർ മേസിരി മരിച്ചിട്ട് 4-5 കൊല്ലം കഴിഞ്ഞു. അയാളുടെ കെട്ടിയോളും മോളും അന്നേ ഈരാറ്റുപേട്ടയ്ക്ക് പോയി. ലാസറിന്റെ മകളുടെ പേര് ആലീസ് എന്നായിരുന്നു. അതെ സാറേ, ആലീസ് എന്ന് തന്നെയാ. എന്താ സാറേ കാര്യം? ഒന്നുമില്ല, വിവരം അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ താമസമുള്ളതായി അറിയാമോ? ഇല്ല സാറേ, ആരുമില്ല. ഉം. അരവിന്ദ്, നമുക്കിവൾക്കൊരു പേരിടണ്ടേ? എന്തിന്? കുട്ടിക്ക് എന്തെങ്കിലും പേരുണ്ടാവും, അതുപോരെ? പോരാ, നമുക്ക് മാത്രം വിളിക്കാൻ ഒരു പേര്, ഇഷ്ടപ്പെട്ടൊരു പേര്. നമുക്കിവളെ കല്യാണി എന്ന് വിളിച്ചാലോ? അരവിന്ദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരല്ലേ അത്? മരിച്ചുപോയ മുത്തശ്ശിയുടെ പേര്. ശരിയാണ്, മുത്തശ്ശിയുടെ അതേ കണ്ണുകൾ, അതേ ചിരി. ഇവൾ കല്യാണി തന്നെ. ഒരു ദിവസത്തെ പരിചയം കൊണ്ട് ഇവൾക്കെങ്ങനെയാ സുഖമായി ഈ അടുപ്പം? ഒരു ബന്ധവുമില്ലാതെ. അവൾ ബന്ധങ്ങളെയല്ല, സ്നേഹത്തെയാണ് തിരിച്ചറിയുന്നത്. സ്നേഹത്തെ മാത്രം. എൻ്റെ കല്യാണം. മോളെ, ഞാൻ ഡോക്ടർ ശേഖറുമായി സംസാരിച്ചു. ബന്ധുക്കൾ ആരും ഇതുവരെ എത്തിയിട്ടില്ല. ബോഡി തൽക്കാലം മോർച്ചറിയിലേക്ക് മാറ്റാം. ഏറ്റുവാങ്ങാൻ ആരെങ്കിലും വരുമോ എന്ന് 2 ദിവസം കൂടി നോക്കാം. എന്താ? ബോഡി കുട്ടിയെ കാണിച്ചോ? ഇല്ല. മോർച്ചറിയിലേക്ക് മാറ്റും മുമ്പ് ഒന്ന് കാണിച്ചോളൂ. മാർക്കോസെ, ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിക്കോളൂ.
ആലീസ് 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 നിക്ക് ആലീസ് ആലീസ് പോകരുത് ആലീസ് പോകരുത് ആലീസ് ആലീസ് എന്താ എന്താ അരവിന്ദ്, ആരെയാ വിളിച്ചേ? ഏയ് ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ടതാ. ഒന്നുമില്ല, ഉറങ്ങിക്കോളൂ. അരവിന്ദ് വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ഞാൻ ജനല് തുറന്നിടട്ടെ? നോ, തുറക്കണ്ട, ഉറങ്ങിക്കോളൂ സു. അരവിന്ദ്, ഇനി ഈ കല്യാണി മോളെ നമുക്ക് സ്വന്തമാക്കിക്കൂടെ? അരവിന്ദ് എന്താ ഒന്നും പറയത്തെ? ആലീസിന്റെ ആത്മാവിന് സന്തോഷിക്കാൻ ഇതിൽ കൂടുതൽ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? സു, യു ആർ ഗ്രേറ്റ്, സിംപ്ലി ഗ്രേറ്റ്. ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം ബോഡി ഏറ്റെടുക്കാൻ വന്നേനെ. ഇതിപ്പോ 3 ദിവസം കഴിഞ്ഞില്ലേ? ശരിയാ, ഇനി ആരും വരുമെന്ന് തോന്നുന്നില്ല. ബോഡി മുനിസിപ്പൽ അധികൃതരെ ഏൽപ്പിക്കാമെന്ന് നോക്കാം. അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ. കുട്ടിയുടെ കാര്യം? അത് പറയാൻ തന്നെ ഞാൻ വന്നത്. ഡോക്ടർക്കറിയാലോ, ഞങ്ങൾക്ക് കുട്ടികളില്ല. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഖുറേഷിയെ കാണാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത് തന്നെ. കുട്ടിയെ ഞങ്ങൾ ഏറ്റെടുത്തോളാം. വെരി കൈൻഡ് ഓഫ് യു. അപ്പോൾ അങ്ങനെ ആ പ്രശ്നവും പരിഹരിച്ച് കിട്ടി. കുട്ടിക്ക് ബന്ധുക്കളാരും ഇല്ലാത്തതുകൊണ്ട് ആരും അവകാശം ഉന്നയിക്കാൻ വരില്ലല്ലോ. നടക്ക. ഹലോ. യെസ്. ഇത് സോളമൻ, മരിച്ചുപോയ ആലീസിന്റെ ഭർത്താവ്. കൊലക്കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുകയാണ്. സെൻട്രൽ ജയിലിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷനുമായി കൊണ്ടുവരികയാണ്. പത്രത്തിലെ വാർത്ത കണ്ട് ഇയാൾ തന്നെ ആവശ്യപ്പെട്ടതാണ് ബോഡി കാണണമെന്ന്. അവകാശികൾ ആരുമില്ലല്ലോ എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തക്ക സമയത്താണ് നിങ്ങൾ വന്നത്. ബോഡി മോർച്ചറിയിലുണ്ട്. ശരി ഡോക്ടർ, മോർച്ചറി കൊണ്ടുചെന്ന് ഇയാളെ ബോഡി കാണിച്ചോട്ടെ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു. നമുക്ക് തെറ്റി. കുട്ടിയുടെ മേൽ ഇയാളേക്കാൾ അവകാശം മറ്റാർക്കാ ഉള്ളത്? അത് ശരിയാ. പക്ഷേ ഇയാളോടൊപ്പം കുട്ടിയെ ജയിലിലേക്ക് അയക്കാൻ പറ്റില്ലല്ലോ.
ശരി സോളമൻ, ഇനി പോവാം. സർ, ഒരു നിമിഷം ഞാൻ എൻ്റെ അനിമോളെ ഒന്ന് കണ്ടോട്ടെ. ഇങ്ങനെ ഉം? സോളമന് കുട്ടിയുടെ അടുത്ത് പോകണം. വേണ്ട സർ, അവൾ എന്നെ കാണണ്ട. അവൾക്കത് വിഷമമാവും. അവൾ കരയുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല സർ. വാ. മിസ്റ്റർ അരവിന്ദ്, സോളമന് താങ്കളോട് എന്തോ സ്വകാര്യമായി സംസാരിക്കണമെന്ന്. അധികം സമയമെടുക്കരുത് പ്ലീസ്. അയാളെ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ളതാ. അതിന് ഞങ്ങൾ തമ്മിലൊരു പരിചയമില്ലല്ലോ. ഞാൻ അയാളെ ജീവിതത്തിൽ ഇന്ന് ആദ്യമായി കാണുന്ന തന്നെ. പിന്നെന്ത് സ്വകാര്യമോ? അതെന്തോ അയാളുടെ ഒരു അപേക്ഷയല്ലേ, ഒന്ന് സംസാരിച്ചോളൂ. പേടിക്കണ്ട, അടുത്തേക്ക് വന്നോളൂ. ഇയാൾക്ക് താങ്കളോട് എന്തോ സ്വകാര്യം പറയാനുണ്ടെന്ന്. അരവിന്ദ് അല്ലേ? നിങ്ങളെപ്പറ്റി എല്ലാം എനിക്കറിയാം. ആലിസ് എല്ലാം പറഞ്ഞിരുന്നു. ഫോട്ടോയും കാണിച്ചു തന്നിട്ടുണ്ട്. ആ കുട്ടി നിങ്ങളുടെ രക്തത്തിൽ പിറന്നതാണ്. ആലീസിന്റെ കല്യാണി, എന്റെ അനിമോൾ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ അവളെ കെട്ടിയത്. എനിക്ക് നിങ്ങളോട് പകയോ ദേഷ്യമോ ഒന്നുമില്ല. അനിമോളെ മന്ദബുദ്ധികൾക്കായുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലോ അനാഥാലയത്തിലോ ഏൽപ്പിക്കാം. എന്റെ അനിമോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഇത് പറയാനാ ഞാൻ വിളിപ്പിച്ചത്. പോ. ആലീസിന് നിങ്ങളുടെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മോളെ 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 വാ. ആ മതി, കേറ്. കരയല്ലേടാ, കരയല്ലേ. ദേ നോക്കിയേ, നമ്മുടെ നായ്ക്കുട്ടി ഉറങ്ങിയാൻ നോക്കാം. ആ ദേ കണ്ടോ, ഇവൻ ഉറങ്ങിയിട്ടില്ല, കള്ളൻ. അവൻ മോളെ നോക്കി കളിയാക്കി ചിരിക്കുന്ന കണ്ടോ? മോള് കരയണ കണ്ടിട്ടാ, കണ്ടോ? അരവിന്ദ് ഇത് എവിടെ പോയി? എത്ര നേരമായിട്ട് കാത്തു നിൽക്കുക. ദേ കരയാതെ കരയാതെ. നോക്കിയേ, കരയല്ലേടാ, ഒന്ന് ചിരിച്ചേ. ദേ ചിരിക്കടാ. ആ അരവിന്ദ് എവിടെ പോയിരുന്നു? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. കല്യാണിമോളെ ഭയങ്കര കരച്ചിലായിരുന്നു.
ഞാൻ ലാബിൽ ടെസ്റ്റ് റിസൾട്ട്സ് വാങ്ങാൻ പോയതാ. 2 ദിവസത്തിനകം ഡോക്ടർ ഖുറേഷിയെ കാണണ്ടേ? മോൾ എന്തിനാ കരഞ്ഞത്? ഒന്നും പറയണ്ട അരവിന്ദ്. ഏതോ ഒരു ജയിൽ പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോലീസുകാരോടൊപ്പം ജീപ്പിൽ കയറാൻ പോവുകയായിരുന്നു. അയാളെ കണ്ടതും ഒറ്റ ഓട്ട അയാള്. ഞാൻ പുറകെ ഓടി പിടിച്ചിട്ടും മോള് കുതിറി ഓടി. എന്നിട്ട് കൈകളിൽ വിലങ്ങല്ലേ. കുഞ്ഞിനെ ഒന്ന് തലോടാനോ എടുക്കാനോ ആവാതെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് അയാൾ കല്യാണിയെ തിരുതരി ഉമ്മ വെച്ചു. ആരാണ് അയാളെന്ന് ചോദിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ അയാളെ ജീപ്പ് കയറ്റി കൊണ്ടുപോയി. അപ്പം തുടങ്ങിയ കരച്ചിൽ ദേ ഇപ്പോഴാണ് നിർത്തിയത്. അവിടെ നിന്നവരാരോ പറഞ്ഞത് ഏതോ കൊലപ്പുള്ളിയാണെന്നാ. മോൾ എന്തിനാ അയാളുടെ അടുത്തേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു അരവിന്ദ്. പേടിക്കാനൊന്നുമില്ല. അയാളാണ് സോളമൻ, ആലീസിന്റെ ഭർത്താവ്. ആലീസിന്റെ മൃതദേഹം കാണാൻ പോലീസുകാർ കൂട്ടിക്കൊണ്ടുവന്ന. മൈ ഗോഡ്, അരവിന്ദ് അയാളെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. കല്യാണിയെ അയാൾക്ക് ജീവന ആനിമോളെന്നാ വിളിക്കുന്നത്. ഇവൾക്ക് അയാളെ ജീവന, അതെനിക്ക് മനസ്സിലായി. ഈ കുഞ്ഞിനെ അയാളിൽ നിന്ന് അടർത്തി മാറ്റിയ നമുക്ക് ശാപം വെക്കും അരവിന്ദ്. നമുക്ക് കല്യാണി കൊണ്ടുപോകണ്ട, അയാളെ തന്നെ ഏൽപ്പിച്ചേക്കാം. അതിന് അയാൾ സെൻട്രൽ ജയിലിലേക്കല്ലേ തിരിച്ചു പോയത്? 2 വർഷം കൂടി കഴിഞ്ഞേ ശിക്ഷയുടെ കാലാവധി തീരൂ. പിന്നെ അയാൾ എങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോകും? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. നാളെ നമുക്ക് കല്യാണി ആശുപത്രി തിരിച്ചേൽപ്പിക്കണ്ടേ? അവരിവിടെ പിന്നെ ആരെ ഏൽപ്പിക്കും? അതറിയില്ല. ഏതെങ്കിലും അനാഥാലയത്തിലോ? നോ, ഞാനതിൽ സമ്മതിക്കില്ല. കല്യാണി മോളെ അനാഥാലയത്തിലാക്കാനോ? ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. നെവർ. എങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഇവളെ കൊണ്ടുപോകാം. ഡോക്ടർ ശേഖറിനോട് നാളെ തന്നെ അനുവാദം ചോദിക്കാം. ഡോക്ടർ ശേഖറോ ആശുപത്രി അധികൃതരോ അല്ല അനുവാദം തരേണ്ടത്. പിന്നെ സോളമൻ. 2 വർഷം കഴിഞ്ഞ് അയാൾ മടങ്ങി വരും. അതുവരെ ഇവൾ ആര് വളർത്തും? അതറിയില്ല. വാ. കയറ് മോളെ. അധികം ആലോചിക്കാനൊന്നുമില്ല അരവിന്ദ്. നാളെ തന്നെ തിരുവനന്തപുരത്ത് പോയി സോളമനെ കാണണം. അതേ മാർഗമുള്ളൂ. എന്താ, പോവില്ലേ? പറയൂ അരവിന്ദ്. പോകാം.
ആ, ഞാൻ മാമച്ചൻ, മലങ്കര മാമച്ചൻ, അരവിന്ദന്റെ ഫ്രണ്ടാ. രത്നഗിരി എസ്റ്റേറ്റിനടുത്ത് എനിക്കൊരു ഏലത്തോട്ടമുണ്ട്. അന്നുള്ള പരിചയമാ ഞാനും അരവിന്ദനും തമ്മിൽ. കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അറിയാം, പറഞ്ഞറിയാം. ആ, അരവിന്ദനില്ലേ? ഇല്ല, എത്തിയില്ല. തിരുവനന്തപുരത്ത് പോയതാ. വരാൻ ലേറ്റാവും. എങ്കിൽ പിന്നെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വരാം. ആ. മാമച്ചൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ശരി, പറയാം. ആ. അല്ല, അരവിന്ദൻ പറഞ്ഞു കുട്ടികളൊന്നും ഇല്ലാന്ന്. ഞാൻ ചോദിച്ച വിഷമായോ? ഏയ്, അത് സാരമില്ല. ശരിയാ, ഞങ്ങൾക്ക് കുട്ടികളില്ല. ഇത് ഒരു ബന്ധുവിന്റെ കുട്ടിയാ. സോറി, അറിഞ്ഞില്ല. ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ആ, ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ. ഇല്ല സാറേ, അരവിന്ദ് സാർ ഒന്നും മറന്നിട്ടില്ല. ആലീസിനെ കുറിച്ച് എന്നോട് കിള്ളി കിള്ളി ചോദിച്ചെന്നേ. എന്നിട്ട് താൻ എന്നാ പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ, അങ്ങേര് ഇവിടെ വിട്ട് പോയത് പിന്നെ ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടുകൂടിയില്ല. ഈരാറ്റുപേട്ട ചന്ത വെച്ച് ഒരിക്കൽ അവൾ അമ്മയെ ഞാൻ കണ്ടു. ഏതോ രണ്ടാം കെട്ടുകാരൻ ലോറി ഡ്രൈവർ കണ്ടവളെ കെട്ടിച്ചെന്നാ പറഞ്ഞത്. പക്ഷെ ഞാനത് അരവിന്ദ് സാറിനോട് പറഞ്ഞിട്ടില്ല. അതെന്നതാടോ താൻ പറയാഞ്ഞേ? ഓ, എന്തിനാ സാറേ പറഞ്ഞങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇണക്കിളികളെ പോലെ പാറിപ്പറന്ന് നടന്നല്ലേ രണ്ടുപേരും. കടുത്ത പ്രേമമല്ലായിരുന്നോ? മണ്ണാങ്കട്ട. ഓ, എന്നതാണേലും നമ്മൾ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള അല്ല ഇത്. ആ, ഷൺമുഖം, ഓ, താൻ ഇച്ചിരി പോത്തിറച്ചി ആ, വലത്തിയെങ്കിൽ. ഇപ്പൊ കൊണ്ടുവരാം. ആ. അതെ, നിങ്ങൾക്കറിയാവോ, ഇത് ഞാൻ പിള്ളാരില്ല ഈ അരവിന്ദന്. അതെന്നാ പെണ്ണുപിള്ള മച്ചിയാന്നോ? ആർക്കറിയാം. എന്നിട്ട് ഇപ്പൊ ഒരു പെൺകൊച്ചിനെ ദത്തെടുത്തിരിക്കുക. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ഖുറേഷിയെ കാണാനാ വന്നിരിക്കുന്നത്. അതെന്നതാ, ഈ കുറേശ്ശെ അത്രയ്ക്ക് ദിവ്യനാണ്? കാണാൻ വരുന്നവർക്കൊക്കെ ദിവ്യഗർഭം കൊടുക്കാൻ. അതേടാ, അയാള് ദിവ്യൻ തന്നെ. പിള്ളേരില്ലാത്ത എത്ര പേരാ ദിവസേന അങ്ങേരെ വന്ന് കാണുന്നത്? അതൊക്കെ വെറും തട്ടിപ്പും ജാടയാണ്. ഇയാളുടെ മിടുക്കൊണ്ടൊന്നും അല്ല പിള്ളേരുണ്ടാവുന്നത്. അതൊക്കെ കർത്താവിന്റെ കൃപയാണ്. അല്ലാതെ യവന്മാരുടെ ഗുളികയും മരുന്നും കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല ഇത്. പിന്നെ എന്നതാ, പൊട്ടക്കണ്ണന്റെ മാവേല് പറ്റിയാ പറ്റി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത് തന്നെ നോക്കും. ഈ അരവിന്ദന് വല്ലവരുടെയും കൊച്ചിനെ ദത്തെടുക്കേണ്ട വല്ല കാര്യമുണ്ടാ? അയാളും പെണ്ണും പിള്ളയും ചെറുപ്പമല്ലയോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്നതാ, വിതയ്ക്കാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം. ആ കാലത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്താ മാഡം, സാർ ഇതുവരെ വന്നില്ലേ? എവിടെ പോയി? ഡിന്നർ ടൈമിന് വരുമോ? വരും ഷൺമുഖം. ആ. ഡിന്നർ ടൈമിന് മുമ്പ് അരവിന്ദ് എത്തും. തിരുവനന്തപുരം വരെ പോയിരിക്കുക. ശരി മാഡം, കുട്ടിക്ക് ഹോർലിക്സ് എടുക്കട്ടെ? വേണ്ട, അവളിപ്പോ കുടിക്കില്ല. കുറച്ച് കഴിയട്ടെ, ആ. ഞാൻ കൊടുത്തോളാം. ആയിക്കോട്ടെ. ഉം. എന്താ ലേറ്റ് ആയത്? കാത്തിരുന്ന് ഞാൻ മടുത്തു. ജയിൽ പുള്ളി അങ്ങനെ ഓടിച്ചെന്ന് കാണാൻ പറ്റുമോ? ജയിലിൽ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് സോളമൻ എന്ത് പറഞ്ഞു? പറയാം. അതിനു മുൻപ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ.
2 കൊല്ലം കൂടി കഴിയുമ്പോൾ അയാളുടെ ശിക്ഷ കഴിയും. അപ്പോ 2 കൊല്ലം കഴിഞ്ഞാ അയാൾ വരുമല്ലേ? ആശുപത്രിയിൽ വെച്ച് പറഞ്ഞതിൽ കൂടുതൽ അയാൾക്കൊന്നും പറയാനില്ലായിരുന്നു. കല്യാണിയെ മന്ദബുദ്ധികൾക്കുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലോ അനാഥാലയത്തിലോ ഏൽപ്പിക്കാൻ പറഞ്ഞു. കല്യാണിമോളെ നമുക്ക് വേണമെന്ന് അരവിന്ദ് പറഞ്ഞില്ലേ? പറഞ്ഞു. മോൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് ആവർത്തിച്ച് പറയുക മാത്രമേ അയാൾ ചെയ്തുള്ളൂ. അതിനർത്ഥം മോളെ അയാള് അവകാശപ്പെട്ട് വരും എന്നാണോ? എന്നയാൾ പറഞ്ഞില്ല. പിന്നെ പറയൂ അരവിന്ദ്. അയാൾ വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. ഇല്ല അരവിന്ദ്, മോളെ നമ്മൾ വിട്ടുകൊടുക്കരുത്. എനിക്കറിയാം അരവിന്ദിന് അവളിൽ അവകാശമുണ്ട്, തീർച്ചയായും അവകാശമുണ്ട്. ഏയ് സു, എന്തൊരുറക്കം ഇത്? മണി 8 കഴിഞ്ഞു. 9 മണിക്കല്ലേ ഡോക്ടർ ഖുറേഷിയുമായി അപ്പോയിൻമെന്റ്? ഇനി എപ്പോഴാണ് റെഡിയാവുന്നത്? എണീറ്റ് വേഗം റെഡിയാകാൻ നോക്ക്. പേര് വിളിക്കുമ്പോൾ പേഷ്യൻ്റ് ഇല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ക്യാൻസലാ. പിന്നെ ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരും ഡോക്ടർ ഖുറേഷിയുടെ വേറൊരു അപ്പോയിൻമെന്റ് കിട്ടാൻ. അരവിന്ദ്, ആ അപ്പോയിൻമെന്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. വാട്ട് യു മീൻ? നമ്മൾ പിന്നെ എന്തിനാ ഇത്ര ബന്ധപ്പെട്ട് ഖുറേഷിയെ കാണാൻ എത്തിയത്? വരുമ്പോ കല്യാണിമോള് നമ്മോടൊപ്പം ഇല്ലായിരുന്നല്ലോ. എനിക്കിനി ഡോക്ടർ ഖുറേഷിയുടെ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. മോള് വല്ലാതെ വിയർക്കുന്നു. ഞാനീ ജനാലയം തുറക്കുക.